CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ തൈക്കണ്ടിലിനെതിരായ നടപടികൾ കടുപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ സമൻസ് നൽകും. ഇന്നലെ പിണറായി വിജയന്റെ വീടിന് മുന്നിലുണ്ടായ ആക്രമണങ്ങൾ ആസൂത്രിതമാണെന്നും ED ആരോപിച്ചു. എന്നാൽ ED ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിന് പോലീസ് ഒത്താശ ചെയ്തുവെന്നാണ് ഇന്റലിജൻസിന്റെ വാദം. പ്രതിഷേധത്തിന് സഹായം ചെയ്തെന്ന് പോലീസുകാർ സമ്മതിക്കുന്ന ഓഡിയോ ക്ലിപ്പും ഇന്റലിജൻസ് കണ്ടെത്തി. ആവശ്യമായ മുൻകരുതൽ എടുത്തിരുന്നു എന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും DGP റവാഡ ചന്ദ്രശേഖർ ഇന്ന് പറഞ്ഞു. CMRLന്റെ സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം UDF നേതാക്കളിലേക്കും നീങ്ങുന്നതായും സൂചനയുണ്ട്. പണം ലഭിച്ച UDF നേതാക്കളെ ED ചോദ്യം ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടികൾക്കെതിരെ ജനകീയമായും നിയമപരമായും രാഷ്ട്രീയപരമായും പ്രതിരോധം തീർക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. അതേസമയം പിണറായി വിജയന്റെ വീട്ടിലെ ED റെയ്ഡിനെ കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ ഇന്നും മുഖ്യമന്ത്രി VD സതീശൻ തയ്യാറായില്ല. CMRL എക്സാലോജിക് കേസിൽ പിടിമുറുക്കുകയാണോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്? പിണറായി വിജയനെതിരായ ED നടപടികളിൽ ശക്തമായ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനാണോ CPIM തീരുമാനം? കാണാം RDX റാപ്പ്. സംഘർഷം മൂർച്ഛിച്ചിട്ടും ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയില്ലെന്നും പോലീസ് കാഴ്ചക്കാരായെന്നുമാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിലുള്ളത്. പ്രതിഷേധത്തിന് സഹായം നൽകിയെന്ന് സമ്മതിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വോയിസ് ക്ലിപ്പ് ഇന്റലിജൻസിന് ലഭിച്ചു. റിപ്പോർട്ടിന് പിന്നാലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനെ വിളിപ്പിച്ചു. ഇന്റലിജൻസ് മേധാവി P. വിജയനും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. അതേസമയം കേസിൽ വീണ തൈക്കണ്ടിയിലെ വീണ്ടും ചോദ്യം ചെയ്യാൻ സമൻസ് നൽകാനാണ് EDയുടെ തീരുമാനം. പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി VD സതീശൻ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ നടന്ന റെയ്ഡും കോൺഗ്രസിനെ ലക്ഷ്യം വെച്ച് പ്രചാരണം നടത്താനാണ് CPIM നീക്കം. പിണറായി വിജയനെ കേസിന്റെ ഭാഗമാക്കിയാൽ പാർട്ടി നിയമപരമായി നേരിടും. അല്ലെങ്കിൽ വീണ ടി തനിയെ കേസ് നേരിടട്ടെ എന്ന നിലപാടിലാണ് പാർട്ടി നേതൃത്വം. CMRLന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് അന്വേഷണം UDF നേതാക്കളിലേക്ക് നീങ്ങുന്നതായും വിവരമുണ്ട്. CMRLന്റെ ഡയറിയിൽ ചുരുക്കപ്പേരുള്ള നേതാക്കളെ ED വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്തേക്കും. ഇതിനിടെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഒളിവിലുള്ള CPIM പ്രവർത്തകർക്കായി അന്വേഷണം പോലീസ് ഊർജിതമാക്കി. RDX റാപ്പ് ന്യൂസ് മലയാളം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ ED റെയ്ഡിൽ ഇന്നും മുഖ്യമന്ത്രി VD സതീശൻ പ്രതികരിച്ചില്ല. പാണക്കാട് സാദിഖലെ തങ്ങളെ കണ്ട ശേഷം മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വന്നപ്പോഴും ചോദ്യം കേട്ട് മുഖ്യമന്ത്രി പിന്തിരിയുകയായിരുന്നു. ആ ദൃശ്യങ്ങൾ കാണാം. ഒരുപാട് തവണ താങ്കളുടെ ഭാഗത്ത് യാതൊരു പ്രതികരണം ഉണ്ടാവില്ലെന്നാണ് കരുതേണ്ടത്. ഒരു പ്രതികരണം ഉണ്ടാവില്ലെന്നാണോ? ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം ഉണ്ടാവില്ലെന്നാണോ? ED റെയ്ഡുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി മൗനം തുടരുന്നതിനെ CPIM നേതാക്കൾ ഇന്ന് വിമർശിച്ചു. റെയ്ഡിനെതിരെ ഒരക്ഷരം മുഖ്യമന്ത്രി മിണ്ടിയില്ലെന്നും പിണറായിയെ EDക്ക് വേട്ടയാടാൻ വിട്ടുകൊടുത്താൽ കോൺഗ്രസിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും A. റഹീം MP പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുടേത് അർത്ഥഗർഭമായ മൗനവും പുഞ്ചിരിയും എന്നായിരുന്നു CN മോഹനന്റെ പ്രതികരണം. സംഭവത്തിൽ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നും EP ജയരാജനും ചോദിച്ചു. ഇന്നലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശനോട് ഡൽഹിയിൽ വെച്ചും തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ച കാര്യം എന്തായിരുന്നു? ഒരക്ഷരം ഇത് സംബന്ധിച്ച് മുണ്ടിയോ, അപലപിച്ചോ? ഒന്നും ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞു, ഒരു കാര്യവും ചെയ്തില്ല. ആ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ EDക്ക് വേട്ടയാടാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒരു കാഴ്ച, ഇത് കോൺഗ്രസ് വലിയ വില കൊടുക്കേണ്ടി വരും. അല്ല, അദ്ദേഹത്തിന്റെ നിശബ്ദതയ്ക്ക് അദ്ദേഹം വെറും നിശബ്ദതയല്ല, അദ്ദേഹം വളരെ അർത്ഥഗർഭമായ മൗനവും ഒരു പുഞ്ചിരി ഉണ്ടായെന്നുള്ളതാണ് ഈ TV-യിലൊക്കെ കണ്ടൊരു കാര്യം. അല്ലാണ്ട് വെറുതെ ഒരു നിശബ്ദത പാലിക്കല്ലേ നിങ്ങൾ? ഒരു കേന്ദ്രസേന ഇത്തരത്തിൽ ഇടപെടണമെങ്കിൽ, ED ഇങ്ങനൊരു അന്വേഷണം നടത്തണമെങ്കിൽ അത് സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചിരിക്കണം. ഇങ്ങനെ ആരെയും അറിയിക്കാതെ ഒരു ഭീകരമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഈ റെയ്ഡിലൂടെ ചെയ്തത്. BJPയുടെ അജണ്ടയ്ക്ക് മുമ്പിൽ, RSS അജണ്ടയ്ക്ക് മുമ്പിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഭരണ സംവിധാനങ്ങളും കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.
ED ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായ ആക്രമണം സ്വാഭാവികം മാത്രം എന്നായിരുന്നു CPIM നേതാക്കളായ വി ശിവൻകുട്ടിയുടെയും എം സ്വരാജിൻ്റെയും പ്രതികരണം. ED എന്നും CBI എന്നും കേട്ടാൽ പേടിച്ചോടുന്ന കോൺഗ്രസുകാരെ മാത്രമേ നരേന്ദ്രമോദിക്ക് അറിയൂവെന്നും ED എന്ന വേട്ടപ്പട്ടിക്ക് മുന്നിൽ പേടിച്ചു പോകുന്നയാളല്ല പിണറായി വിജയനെന്നും എം സ്വരാജ് കൂട്ടിച്ചേർത്തു. പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഒരു കാരണവശാലും തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഉദ്ദേശമില്ലേ. പാർട്ടി ഓഫീസ് കയറി റെയ്ഡ് ചെയ്തും നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കിയും CPM-നെ തകർക്കാൻ വേണ്ടി നോക്കിയാൽ അത് ഒരു കാരണവശാലും വകവെച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള കാര്യം സൂചിപ്പിക്കുക. നിങ്ങൾ സുവേന്ദു അധികാരിയെ പിടിച്ച, ഹിമന്ത ബിശ്വ ശർമ്മയെ പിടിച്ച, നാരായൺ റാണയെ പിടിച്ച ആ ED എന്ന വേട്ടപ്പട്ടയുടെ മുന്നിൽ പേടിച്ചു പോകുന്നയാളല്ല പിണറായി വിജയൻ എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. BJP മനസ്സിലാക്കിക്കൊള്ളണം. ED-യോട് കളിച്ചാൽ കളി വേറെയായിരിക്കുമെന്നായിരുന്നു CPIM-നോട് BJP നേതാക്കളുടെ താക്കീത്. അക്രമം അഴിച്ചുവിട്ടത് മടിയിൽ കനമുള്ളത് കൊണ്ടാണെന്ന് വി മുരളീധരൻ പറഞ്ഞു. ED-യെ ആക്രമിച്ചത് ശശിധരൻ കർത്തയെ രക്ഷിക്കാനാണെന്നും CPIM നേതാക്കൾക്കെതിരെ സർക്കാർ കേസെടുക്കാത്തത് കൈക്കൂലി കിട്ടിയതുകൊണ്ടാണെന്നും കെ സുരേന്ദ്രനും ആരോപിച്ചു. നിയമത്തിന്റെ വഴിയിലൂടെ നേരിട്ടൂടെ? എന്തിനാ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത്? തെരുവിലിറങ്ങി ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് അക്രമം അഴിച്ചുവിടുന്നത്? അപ്പം അതിനർത്ഥം എന്താ വെച്ചാൽ ഇതിൽ മടിയിൽ കനമുണ്ട്, പല രേഖകളും പുറത്ത് കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാകുന്ന രേഖകൾ കൈവശമുണ്ട്, അതുകൊണ്ടായിരിക്കണമല്ലോ. കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് പിണറായി വിജയനെ പോലെ തന്നെ CPM നേതാക്കളെ പോലെ തന്നെ ഉന്നതരായിട്ടുള്ള പല UDF നേതാക്കളും കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്. ഈ കേസ് ശരിയായ നിലയിൽ തെളിയണമെന്ന് കേരളത്തിലെ UDF-ഉം ആഗ്രഹിക്കുന്നില്ല. ED സംഘത്തിന് സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് DGP റബാഡ ചന്ദ്രശേഖർ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. ED സുരക്ഷ ആവശ്യപ്പെട്ടിരുന്നില്ല എന്നും പിണറായിയുടെ വീടിന് മുന്നിൽ വിന്യസിച്ചത് 300ഓളം പോലീസുകാരെയാണെന്നും DGP വ്യക്തമാക്കി. അന്വേഷണം മുന്നോട്ട് പോകുന്നത് ശരിയായ ദിശയിലാണെന്നും റബാഡ ചന്ദ്രശേഖർ പറഞ്ഞു. ED റെയ്ഡ് അവർ സ്വന്തമായിട്ട് ചെയ്തതാണ് കേന്ദ്രബലമായിട്ട്. ഞങ്ങൾ നടക്കുമ്പോഴും അതിന് പോലീസ് മനസ്സിലായിട്ടുണ്ട്, ഇങ്ങനെ അറിവുണ്ട്. അപ്പോൾ പോലീസിന് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. 300ഓളം പോലീസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ടോട്ടൽ അവിടത്തേക്ക് പല സ്ഥലങ്ങളായിട്ട്. ഈ പറ്റുള്ള സ്ഥലങ്ങളിൽ 50ഓളം പോലീസുണ്ടായിരുന്നു. അല്ലെ, ഇതിന്റെ ഇപ്പോഴത്തെ അന്വേഷണം നന്നായി നടക്കുന്നുണ്ട്. ശ്യാമലി, ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇന്നലെ വളരെ സംഭവബഹുലമായ ഒരു ദിവസത്തിന് ശേഷം ഇന്ന് അതിൻ്റെ തുടർ സംഭവങ്ങൾ, പ്രതികരണമില്ലായ്മകൾ എല്ലാം ഉണ്ടായ ദിവസമാണ്. ഇന്നെന്താ തോന്നുന്നത്? എനിക്കത് തോന്നുന്നത് ഇതിൻ്റെ തുടർ പ്രതികരണം നമ്മൾ തന്നെ രാവിലെ കൊടുത്തൊരു വാർത്ത, ED അന്വേഷണം, അതായത് CMRL-നുമായി ബന്ധപ്പെട്ട എല്ലാ സാമ്പത്തിക ഇടപാടുകളിലേക്കും ED അന്വേഷണം പോകുന്നു എന്ന് പറയുമ്പോൾ ആ കുന്തമുന UDF-ലേക്കും നീളുന്നു എന്നുള്ളതായിരുന്നു നമ്മൾ കൊടുത്തൊരു വാർത്ത. ഈ വാർത്തയും മറ്റു കാര്യങ്ങളും ഇന്നലെ നടത്തിയ പലരുടെയും പ്രതികരണങ്ങളും മുഖ്യമന്ത്രിയുടെ മൗനവും ഒക്കെ കൂടെ പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ചക്കിന് വയ്ക്കുമ്പോൾ കൊക്കിന് കൊള്ളുന്നു എന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ പറയാൻ കാരണം ഇത് വീണ ടി വഴി പിണറായി വിജയനെ ബന്ധിപ്പിക്കാനുള്ള ഒരു വലിയ രാഷ്ട്രീയ നാടകം പോലത്തെ ഒരു കാര്യമായിരുന്നല്ലോ ഒരു റെയ്ഡ് എന്ന നിലയ്ക്ക് ഇവിടെ നടന്നത്. അത് വേണമെങ്കിൽ ED-യുടെ ഒരു പ്രൊസീജിയറായി ആ ഭാഗത്തിന് വിശദീകരിക്കാം. പക്ഷേ അത്തരം ഒരു കോലാഹലത്തിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു ഹിതപരിശോധന നടത്തിയാൽ ഇപ്പോൾ അത് വേണ്ടിയിരുന്നില്ല, അതിൻ്റെ കാര്യം ഉണ്ടായിരുന്നില്ല ഈ ഘട്ടത്തിൽ. കാരണം പ്രാഥമികമായ അന്വേഷണത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിലായിരുന്നു ഒരു സമൻസ് അയച്ചു കഴിഞ്ഞാൽ വന്ന്, അതായത് ഈ കാലം അത്രയും വീണ ടി ഈ അന്വേഷണവുമായി സഹകരിച്ചിട്ടുണ്ട്, അവർ ചോദിച്ച കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് പിണറായി വിജയനുമായി കൂട്ടിക്കെട്ടുവാൻ വേണ്ടി ഉള്ള വലിയ ED-യുടെ ഒരു ത്വരയും അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ അന്വേഷണത്തിൽ അവർക്ക് ഇതുവരെയും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിലവിലൊരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വീണയുടേതായി കിട്ടിയെന്നാണല്ലോ പറയുന്നത്. ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ 8-9 മണിക്കൂർ റെയ്ഡ് നടത്തേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിലൊരു ഹിതപരിശോധന നടത്തിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിന് വലിയ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമൊന്നുമില്ല എന്നുള്ളത്. അപ്പോൾ ഈ വീണ ടിയിലൂടെ പിണറായി വിജയനിലേക്ക് ഒരു അമ്പ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നേരെ പോയി ആ കൂരമ്പ് കൊള്ളുന്നത് UDF നേതാക്കളിലേക്കാകുമോ, ഈ ED അന്വേഷണം അവരിലേക്ക് എത്തുമോ എന്നുള്ള പോലെയുള്ള ഒരു സംശയമാണ് ഇപ്പോൾ തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചക്കിന് വെക്കുമ്പോൾ കൊക്കിനാണ് നിലവിൽ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണോ നിലവിൽ ഈ മുഖ്യമന്ത്രിയുടെ മൗനവും ഈ ആഭ്യന്തര ഉരുളലും? അങ്ങനെ തന്നെ വേണം അതിനെ പറയാൻ വേണ്ടി. ആഭ്യന്തരമന്ത്രി വന്നിട്ട് പലതരം പ്രസ്താവനകളും നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മറ്റ് പല ആക്ഷനുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇങ്ങനെ കൊടുത്തിരുന്നു എന്ന് പറയുന്നു, പക്ഷേ പോലീസുകാർ അതിനനുസരിച്ച് പ്രവർത്തിച്ചില്ല എന്നടക്കം പറയുമ്പോൾ നടപടി ഘടിപ്പിക്കുകയും അല്ലാതുമൊക്കെ അവരും ഒരു വല്ലാത്ത ഉഴറുന്ന ഒരവസ്ഥയിലാണുള്ളത്.
അപ്പോൾ ഇത് കാണുമ്പോൾ അത്തരം സംശയങ്ങളാണ് വരുന്നത്. ഇനി അതിൻ്റെ സാമ്പിളായിരുന്നോ ഇന്നലത്തെ കെ മുരളീധരൻ്റെ പ്രതികരണം എന്ന് പോലും ഞാൻ സംശയിക്കുകയാണ്. കാരണം ഈ അന്വേഷണത്തിൻ്റെ മുന ഇങ്ങോട്ടാണോ, സ്വന്തം പാളയത്തിലേക്കാണോ വരുന്നത് എന്നുള്ളത് നേരത്തെ മനസ്സിലാക്കിയാണോ അദ്ദേഹം ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നതെന്നുള്ളതാണ്. ഇടയിൽ പ്രത്യേകിച്ച് വിശ്വാസമൊന്നുമില്ല. പക്ഷേ ഇനിയിപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വന്നതുകൊണ്ട് വേണമെങ്കിൽ അവർ സെക്രട്ടേറിയറ്റിലും കയറിയേക്കും എന്നാണ് പറയുന്നത്. ഇനി ഇതിന് ഉപോത്ഫലകമായിട്ട് നമുക്ക് മുന്നിലുള്ള കാര്യം എന്നുള്ളത് ഈ CMRL ഡയറി കുറിപ്പുകൾ പിടിച്ചെടുത്തിട്ടുണ്ടല്ലോ. ആ ഡയറി കുറിപ്പിലുള്ള ചുരുക്കെഴുത്തുകൾ ഏതൊക്കെയായിരുന്നു? RC, KK, OC, ഇന്ന് PV എന്നൊക്കെയായിരുന്നു. ഈ PVയിലാണ് നിലവിൽ അത് ഇലാബറേറ്റ് ചെയ്ത് പിണറായി വിജയൻ എന്നാക്കുന്നു. പക്ഷേ പിണറായി അത് നേരത്തെ തന്നെ ശക്തിയുക്തം നിഷേധിക്കുന്ന വഴിയുണ്ടായിരുന്നു. ഇനി നേരത്തെ അവരുടെ കോൺഗ്രസ് പാളയത്തിലിരുന്ന ഒരു നേതാവിനെ PV എന്ന് വേണമെങ്കിൽ ചുരുക്കെഴുത്തിൽ വിശേഷിപ്പിക്കാം എന്നുള്ളതുണ്ട്. അതിലൊന്നും വേറെ വ്യക്തതയില്ല. പക്ഷേ നിലവിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പിണറായി വിജയൻ അത് നിഷേധിക്കുന്ന ഘട്ടമാണ് ഉണ്ടായത്. പക്ഷേ അത് നിഷേധിക്കാത്ത കുറച്ച് ആളുകൾ ഇപ്പുറത്തുണ്ട്. അത് ഈ മന്ത്രിസഭയുടെ ഭാഗമായിട്ടുണ്ട്. അതൊന്ന് രമേശ് ചെന്നിത്തലയാണ്, മറ്റൊന്ന് കുഞ്ഞാലിക്കുട്ടിയാണ്. ഇവർ പണം വാങ്ങിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല അത് നേരത്തെ തന്നെ പറഞ്ഞാണ്, പണം വാങ്ങിയിട്ടുണ്ട്. ആ കണക്കുകൾ പാർട്ടിയുടെ അടുത്തോ പക്കലോ ഉണ്ടാവാം എന്നുള്ളത്. കുഞ്ഞാലിക്കുട്ടിയാണ്. മറ്റൊന്ന് ഇബ്രാഹിം കുഞ്ഞും അത് പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹം ഇല്ല ഇപ്പോൾ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുൽ ഗഫൂർ ഈ മന്ത്രിസഭയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ ഇതും കൂടി മനസ്സിലാക്കിയിട്ടാണോ ഇനി സെക്രട്ടേറിയറ്റിലേക്കും ഇവർ കയറിയേക്കാം എന്നുള്ളതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു സാമ്പിൾ എന്ന നിലയ്ക്കാണ് ഇന്നലെ കെ മുരളീധരൻ്റെ എല്ലാം മനസ്സിലാക്കിയുള്ള ഒരു പ്രതികരണം, എല്ലാം അറിയുന്നു ഞാൻ എന്ന് പറയുന്നത് പോലെ അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയത് എന്ന് പോലും ഞാൻ സംശയിക്കുകയാണ്. ഇനി ഈ ED റിപ്പോർട്ടിൽ പറയുന്നത് മറ്റൊന്നാണ്. ഈ CMRലുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണങ്ങളും സാമ്പത്തിക ഇടപാടുകളും നമ്മൾ അന്വേഷിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ SFI റിപ്പോർട്ട് ഉള്ളിൽ ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കാത്ത മറ്റു പലരുടെയും പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സൂചന കൂടി നിലവിൽ പല രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നും മാധ്യമ വൃത്തങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷെ അത് ഈ ഘട്ടത്തിൽ പുറത്തു പറയേണ്ടതായിട്ടില്ല. പക്ഷെ അത്തരം സംശയങ്ങൾ കൊണ്ടാണോ മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുന്നത് എന്നുള്ളതും നമുക്ക് അറിയില്ല. ഏതായാലും അധികാരമേറ്റിട്ട് നിലവിൽ 10 ദിവസമോ മാത്രമേ ആയുള്ളൂ. മറ്റെന്തെങ്കിലും വിഷയം കൈകാര്യം ചെയ്യുന്നത് പോലെയല്ല. പക്ഷേ ഇതിലും വളരെ ഗൗരവമുള്ള ഒരു വിഷയമായ മുനമ്പം വിഷയം പോലും 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി 11 തവണ ചോദിച്ചിട്ട് മിണ്ടുന്നില്ല. അതായത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ദേശീയ നേതാവിനെ, രാഹുൽ ഗാന്ധിയെ, മോദിയോ മറ്റ് അമിത്ഷായോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെയോ EDയെ പോലും അല്ല ആദ്യം പിണറായി വിജയൻ ഈ റെയ്ഡിന് ശേഷം വന്നതിന് ശേഷം ആദ്യം പറയുന്നത്. തൻ്റെ വീട്ടിൽ റെയ്ഡ് ഉണ്ടായതുവഴി ചിലരെല്ലാം മനസ്സമാധാനത്തോടെയും സംതൃപ്തിയോടെയും ഉറങ്ങിക്കാണും എന്നുള്ളത് രാഹുൽ ഗാന്ധിയെ കൂടി ഉന്നമിട്ടാണല്ലോ പറയുന്നത്. മറ്റെല്ലാ രാഷ്ട്രീയ ആരോപണങ്ങളും വരുമ്പോൾ പോലും ഈ ഘട്ടത്തിൽ ഈ കാര്യത്തിനെങ്കിലും മറുപടി പറയാൻ വേണ്ടി ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കൾ മുതിരണമല്ലോ. കാരണം അവരെയും പിന്നെ അതുമാത്രവുമല്ല, ED അന്വേഷണം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വരുമ്പോൾ അത് വലിയ പ്രതിപക്ഷ ശബ്ദത്തെ അടിച്ചമർത്തുമെന്നും മറ്റുള്ളവർക്കെതിരെ വരുമ്പോൾ അത് കുഴപ്പമില്ല, അതിൽ കാര്യമുള്ളത് കൊണ്ടാണ് ആ റെയ്ഡ് എന്നും പറയുന്ന ഒരു നിലയും ഉണ്ടല്ലോ. നിലവിൽ ആ നിലയാണോ ഈ വിഷയത്തിൽ അവർ തുടരുന്നത് എന്നുള്ളതിനുള്ള ഒരു മറുപടിയും കൂടെ വേണമല്ലോ. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ ദേശീയ നേതൃത്വം ഇതിനോട് ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. മറ്റ് ഇന്ത്യ സഖ്യത്തിലുള്ള MK സ്റ്റാലിനായാലും കെജ്രിവാൾ ആണെങ്കിലും ഇതിപ്പോൾ കേരളത്തിലെ CPM പ്രവർത്തകരാണെങ്കിലും എല്ലാവരും ഈ വിഷയത്തിൽ ഉറച്ച നിലപാട് തന്നെയാണ് കൈക്കൊണ്ടിരിക്കുന്നത്. അത് EDയെ ഒരു ചട്ടുകമാക്കിക്കൊണ്ട് കേന്ദ്രം BJP അത് മറ്റ് പ്രതിപക്ഷ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നു എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കേണ്ടത് ഇവരെയൊക്കെ നുള്ളിപ്പെറുക്കി കൂട്ടിയെടുത്തിട്ടാണോ ഈ ഇന്ത്യ സഖ്യം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരമൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതങ്ങ് ഉപേക്ഷിച്ച് കളയുന്നേ. ഇതിലൊരു കൺസിസ്റ്റൻസി ഒന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ നമ്മൾ ഈ RDXൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വന്ന് ഇത്രയധികം എന്തുകൊണ്ട് പിണറായി അറസ്റ്റ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നില്ല, എൻ്റെ വീട്ടിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് രാഹുൽ ഗാന്ധി വന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് സംസ്ഥാനങ്ങളിൽ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല, ഇവിടെ വന്ന് അത്തരം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കാം. പക്ഷേ ഈ ഘട്ടത്തിലെങ്കിലും ഇത് സാഹചര്യം മാറി, അവരുടെ ഭരണം വന്നിരിക്കുന്നു, അവർക്കൊരു മുഖ്യമന്ത്രി ഉണ്ട് ഇവിടെ, ജനങ്ങൾ മുറവിളി കൂട്ടി തിരഞ്ഞെടുത്തൊരു മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയോടും പല ചോദ്യങ്ങളും ഉണ്ട്. അത് അദ്ദേഹം തിരഞ്ഞെടുത്ത ജനങ്ങൾക്ക് ചിലപ്പോൾ വളരെ പോസിറ്റീവായി അദ്ദേഹം പ്രതികരിക്കണം എന്നില്ല എന്ന് പറയുന്നത്. പക്ഷേ 36% വോട്ട് ഇപ്പുറത്തെ പ്രതിപക്ഷത്തിനുമുണ്ട് ഈ സംസ്ഥാനത്ത്. അതിൽ തന്നെ 26% CPMന് തന്നെ ഈ സംസ്ഥാനത്ത് വോട്ടുണ്ട്. അപ്പോൾ ആ ജനങ്ങൾക്ക് കൂടി ഈ കാര്യങ്ങൾ അറിയണമെന്നുണ്ടാവില്ലേ? ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് എന്നാണ്,
സംസ്ഥാനത്ത് ഇത്രയധികം കോലാഹലവും കോളിളക്കവും ഉണ്ടാക്കിയിട്ട് ഒരു റെയ്ഡ് ഇവിടെ നടത്തിയിട്ട് അതിനോട് ജനങ്ങൾ ഇത്തരം വൈകാരികമായൊരു പ്രതികരണം നടത്തിയിട്ട് സ്വന്തം ആഭ്യന്തര വകുപ്പ് തന്നെ, സ്വന്തം സർക്കാരിലെ ആഭ്യന്തര വകുപ്പ് തന്നെ അതിൽ പലതട്ടിൽ നിൽക്കുമ്പോൾ, ഉഴറി നിൽക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു മറുപടി എന്ന് ഒരു മുഖ്യമന്ത്രി വിശദീകരിക്കണ്ടേ? അദ്ദേഹത്തിന് ഈ 11 തവണ മൗനം വെക്കുക എന്നുള്ളത് അതും ഒരു പൂക്കി സ്റ്റൈലാണോ? എനിക്കറിയാൻ മേല. അപ്പോൾ അതിലൊരു പ്രശ്നമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി മൗനം വിദ്വാനുഭൂഷണം എന്ന ലൈനാണോ അദ്ദേഹം പിടിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നായർ പുലിവാലി പിടിക്കണ്ട എന്ന് പറഞ്ഞ പോലെ പുലിവാടി പിടിച്ച നായർ എന്നാണ് പറയുന്നത്, ഇനിയിപ്പോൾ മേരം പുലിവാലി പിടിക്കണ്ട എന്ന നിലയ്ക്കാണോ അദ്ദേഹം ആലോചിക്കുന്നത് എന്നും അറിയില്ല. പക്ഷേ ഇതിൽ മറ്റൊരു കാര്യം എന്നുള്ളത്, നിലവിൽ CPM അണികൾക്ക് ഒരു അധിക ബാധ്യത കൂടി വന്നിരിക്കുകയാണ്. അത് പ്രതിപക്ഷം ഉണ്ടാക്കുന്ന ഒരു നെറേറ്റീവുണ്ട്. അത് ഒരു നേതാവിനെ നമ്മൾ പാർട്ടിയുടെ ഏറ്റവും സമുന്നത നേതാവ് എന്ന നിലയ്ക്ക് പ്രതിരോധിക്കുന്നത് ശരി, ഉചിതമായ ഒരു കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ വരുന്ന ഒരു കാര്യത്തെ കൂടി അവരെ കൂടി ചുമക്കുകയോ അവരെ കൂടെ ന്യായീകരിക്കേണ്ട ഒരു അധിക ബാധ്യത നിലവിൽ ഇവിടുത്തെ അണികൾക്ക് ഉള്ളിൽ മേൽ വരികയും അങ്ങനെ ഒരു സാഹചര്യം സംജാതമാവുകയും ചെയ്യുകയാണല്ലോ നിലവിലുള്ളത്. അപ്പോൾ അതിന് വഴിമരുന്നിട്ട് കൊടുക്കുന്നവർക്ക് തന്നെ അറിയാം, വീണ ടി എന്ന് പറയുന്നവർ ഇന്നേ വരെ അവർ എന്ത് സേവനമാണ് CMRL എക്സാലോജിക്കുമായിട്ടുള്ള ഈ ഇടപാടിൽ CMRL നൽകിയിരിക്കുന്നതെന്ന് അവർ പൊതുമധ്യത്തിൽ പറയാൻ തയ്യാറായിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചതുകൊണ്ട് തന്നെയായിരിക്കാം മാധ്യമങ്ങളടക്കം ഇത്തരമൊരു കാര്യം എഴുതുന്നത് എന്നുകൂടി ഞാൻ വിചാരിക്കുന്നു. പക്ഷേ എങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു കരാറിൽ 2 കമ്പനികൾ തമ്മിൽ ഏർപ്പെടുമ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ എന്ന് നമ്മളും ഒന്ന് പരിശോധിക്കുമല്ലോ. അപ്പോൾ നോക്കുമ്പോൾ അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, 2 കമ്പനികൾ തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ അതിലൊരു നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റ് എന്ന നിലയ്ക്ക് ഒരു കാര്യമുണ്ട്. അത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്നുള്ളത് ബന്ധപ്പെട്ട 2 കക്ഷികളും മറ്റാരോടും വെളിപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളതാണ് അതിലെ കാര്യമെന്നാണ് പ്രാഥമികമായി ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഘട്ടത്തിൽ. അതായത് ഇനി ഒരു കമ്പനി ഇത് ലംഘിച്ചുകൊണ്ട് ഇത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റേ കമ്പനിക്ക് കോടതിയിൽ പോകാം. അല്ലാത്ത പക്ഷം ഇനിയിപ്പോൾ ഇതിൽ മറ്റേതെങ്കിലും തരത്തിൽ കേസുണ്ടാകാനോ പരാതിപ്പെടാനുണ്ടെങ്കിൽ ഈ കമ്പനി എനിക്ക് സേവനം തന്നില്ല എന്ന് മറ്റൊരു കമ്പനി പരാതിപ്പെടണം. അങ്ങനെ വരുമ്പോഴൊക്കെയാണ് ഈ എഗ്രിമെൻറ്റിലെ വിശദാംശങ്ങൾ പുറം ലോകം അറിയുന്നത്. ഇപ്പോഴും കേരള സമൂഹം ഇവിടെ പ്രതീക്ഷിക്കുന്നത് എന്തായിരുന്നു ആ സേവനം എന്നറിയുവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ മറ്റൊരു തലത്തിൽ അതിനെ കാണുകയാണെങ്കിൽ ഇതൊന്നും വീണ ടിയുടെ മറുപടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും ഈ വിഷയം അപഗ്രഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇനി ഇതല്ലെങ്കിൽ തന്നെ ഇനി സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോൾ IRCTCയിൽ ട്രെയിനിൻ്റെ ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് ഇൻഷുറൻസ് വേണോ എന്ന് ആ കമ്പനി നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മളുടെ ഒരു ഉറപ്പിന് എന്നാൽ അതെടുത്ത് വെക്കും എന്ന് കരുതി ആ ട്രെയിൻ യാത്രയിൽ എനിക്കൊന്നും സംഭവിച്ചില്ല എന്ന് കരുതി ഞാൻ പോയി ആ 1 രൂപയോ 2 രൂപ അത്ര രൂപയെങ്ങാറ്റേ ഉള്ളൂ എന്ന് തോന്നുന്നു സനീഷേട്ടൻ ടിക്കറ്റ് എടുക്കുന്നില്ല, അത് തിരികെ ചോദിക്കും, എനിക്ക് അപകടമൊന്നും പറ്റിയില്ല അതുകൊണ്ട് എനിക്ക് ഇതുപോലെ ഒരു കമ്പനി, ഒരു മാതൃ കമ്പനി IT സേവനത്തിന് വേണ്ടി ഒരു കമ്പനിയുമായി ഒരു കരാറുണ്ടാക്കുന്നു. അപ്പോൾ ആ കമ്പനി ഇന്ന കാലത്തിനുള്ളിൽ ഈ മാതൃ കമ്പനിക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നും വന്നിരുന്നില്ല. പക്ഷേ ഈ കരാർ വ്യവസ്ഥയിൽപ്പെട്ട ഒരു തുക ചിലപ്പോൾ ആ കമ്പനിക്ക് കൈമാറേണ്ടിയിരിക്കും. ഈ ഇടയിൽ മാതൃ കമ്പനിക്ക് അങ്ങനെ ഒരു സേവനം വേണ്ട എന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് സേവനം ഈ ഘട്ടത്തിൽ നിങ്ങൾ തന്നിരുന്നില്ല, അതുകൊണ്ട് ആ പണം എന്നാൽ മടക്കി നൽകൂ എന്ന് പറയുന്നത് ഒരു 2 കമ്പനികൾക്കിടയിൽ ഒരു വ്യവസ്ഥയായി പോലും ഉണ്ടോ എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ആയിരിക്കും ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ടാവുക. എങ്കിലും പക്ഷേ ഇതെല്ലാം പൊതുമധ്യത്തിലുള്ള കാര്യമാണ്. എത്ര പൈസ നിലവിൽ ഈ ആദായ നികുതി വകുപ്പ് മുഖേനയാണല്ലോ ഈ കേസ് ആദ്യം ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ CMRL എന്നുള്ള കമ്പനി ഒരു ഓഡിറ്റിങ്ങിന് വിധേയപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇവരുടെ സാമ്പത്തിക ഇടപാടുകളൊക്കെ പൊതുമധ്യത്തിലും ചിത്രത്തിലും വരുന്നത്. അതിലാണല്ലോ വീണ ടി ഉള്ളത്. അപ്പോഴും 1,72 ലക്ഷം രൂപ അവർ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അത് നിയമവിധേയമായി IGST ഒക്കെ അടച്ചു എന്ന് കൃത്യമായും കേരളത്തിലെ ധനവകുപ്പ് തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. നിയമസഭയിൽ പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളതാണ്. അന്നത്തെ ധനകാര്യമന്ത്രിയും ആ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ കേസിൻ്റെ നാൾ വഴികൾ മനസ്സിലാക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഇരിക്കെ തന്നെ നിലവിൽ 1,72 എന്നുള്ള കാര്യം അവിടെ ഇരിക്കെ തന്നെ ഇതൊക്കെ വ്യക്തമാണ്, ഇങ്ങനെയുണ്ട്. ഇനി ഇതൊരു കോഴപ്പണമാണോ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് EDയും അന്വേഷിക്കുന്നത്. പക്ഷേ ഇതൊന്നും അല്ലാത്ത കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം. മറ്റു പലർക്കും കൂടെ പൈസ പോയിട്ടുണ്ട് ഈ കമ്പനിയിൽ നിന്ന്, CMRL നിന്ന്. ആ പൈസ മേടിച്ചിരിക്കുന്നത് ഇവിടെ താക്കോൽ സ്ഥാനത്ത് നിലവിലിരിക്കുന്നവരാണ്. അപ്പോൾ അവരിലേക്കുള്ള എന്ന് വെച്ചാൽ ഇതിനേക്കാൾ വലിയ ഗുരുതരമായേക്കാവുന്ന, അല്ലെങ്കിൽ ഇനി ഈ കോഴപ്പണം തന്നെയാണോ ഇവർക്കും കൊടുത്തിരിക്കുന്നത് എന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഈ അന്വേഷണ പരിധിയിൽ, EDയുടെ അന്വേഷണ പരിധിയിൽ ഇതേ ഗ്രാവിറ്റിയിൽ ഈ നേതാക്കൾ കൂടി വരികയാണെങ്കിൽ
ഇത് ഭയങ്കര ഗുരുതരമായ ഒരു പ്രത്യാഘാതമല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള സർക്കാർ ആദ്യം തന്നെ അഭിമുഖീകരിക്കാൻ പോകുന്നത് വലിയൊരു പ്രശ്നമായിരിക്കും. ഈ കണ്ട കളികളൊന്നുമല്ല. എന്ന് വെച്ചാൽ അവിടുത്തെ 2 മന്ത്രിമാർ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അവരെ അഭിമുഖീകരിക്കാൻ പോകുന്നത് വലിയ പ്രശ്നമായിരിക്കും. ആ പ്രശ്നത്തെ അടക്കം മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ഒരു മുഖംമൂടി എന്ന നിലയ്ക്ക് ഒരു മൗനമെടുത്ത് അണിയുന്നതാണോ എന്ന് സംശയിക്കാതിരിക്കാൻ പറ്റുമോ? ഇതിനെയൊക്കെ ഇനി ചിലപ്പോൾ ഒരു നിലവിൽ ഇത്രയധികം പ്രവർത്തകർ ഇവിടെ രോഷത്തോടെ പ്രതികരിച്ചതുകൊണ്ട് തന്നെ വലിയ അക്രമ സംഭവങ്ങൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയണമല്ലോ നമ്മൾ അതിനെ. അപ്പോൾ ഇതൊക്കെയും ഉണ്ടാകുമ്പോൾ ഒരു ആഭ്യന്തര വകുപ്പ്, ഒരു മുഖ്യമന്ത്രി അടക്കം ഉള്ള ഒരു സിസ്റ്റം ഇങ്ങനെ നോക്കി നിൽക്കുകയാണല്ലോ. അതിനെ പ്രത്യേകിച്ച് ചെറുക്കാൻ കാതലായ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നേ ഇല്ല. അത് ആ ദൃശ്യങ്ങളിലും തോന്നുന്നില്ല. അവരത് ചെയ്തിട്ടില്ല. നോക്കി നിൽക്കുക തന്നെയാണ്. ഒരു സിസ്റ്റം അടക്കം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഇതിങ്ങനെ സംഭവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ നോക്കി നിൽക്കലടക്കം ഇതുവഴി ഇതിങ്ങനെ പോയാൽ പൊക്കോട്ടെ, ഇനി ഇത് ഞങ്ങളിലേക്ക് വരണ്ട എന്ന് കരുതിയിട്ടാണോ എന്ന് പോലും ഈ ഘട്ടത്തിൽ സംശയിക്കാതിരിക്കാൻ തരമില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞവർ ബന്ധപ്പെട്ടവരെ എല്ലാവരും മിണ്ടണം. അത് മുഖ്യമന്ത്രി മിണ്ടുക തന്നെ വേണം. ആഭ്യന്തരമന്ത്രി ആ കാര്യത്തിൽ നിലപാട് കൃത്യമായി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ വ്യക്തമാക്കണം. അല്ലാതെ ഈ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് കാലത്ത് ഉന്നയിക്കുന്നത് പോലെ അവർ തമ്മിലല്ലേ ഡീൽ, അപ്പോൾ അവരത് നോക്കി ചെയ്തോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വീണയും ഈ അണികൾക്ക് ഇത്രയധികം കണ്ട് പ്രതിരോധിച്ചു പോകുന്നതിൽ ഒരു പ്രശ്നങ്ങളുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അവരും ഈ ഘട്ടത്തിൽ ചിലപ്പോൾ ഇനിയെങ്കിലും മൗനം വെടിയാൻ തയ്യാറാവേണ്ടി വരും ഈ ഘട്ടത്തിൽ എന്നാണ് ഇപ്പോൾ ഇന്നത്തെ സംഭവവികാസങ്ങളൊക്കെ തോന്നുമ്പോൾ എനിക്ക് അപഗ്രഥിച്ചും വിശകലനം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം ആണ്. അല്ല, അതിനകത്തല്ലാണ്ട് അതുകൊണ്ട് അത് ഒരുപാട് പറയണ്ട. എന്ന് മാത്രമല്ല ഇന്നലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയും ചെയ്തതാണ്. ഇന്നിപ്പോൾ അതിനേക്കാൾ ഇതൊരു രാഷ്ട്രീയ സംഭവമായിട്ട് മാറി. ഇന്നത്തെ പ്രധാനപ്പെട്ട സംഗതികളായിട്ട് ഞാൻ ആകെ വിലയിരുന്നത് 2 മൗനങ്ങൾ, ഒന്നല്ല 2 മൗനങ്ങൾ എന്നതാണ്. ഒന്നാമത്തേത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ VD സതീശൻ മിണ്ടുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത് വീണയുടെയാണ്, വീണ വിജയൻ എന്ന് വിളിച്ചാലും തെറ്റൊന്നുമില്ല. വീണ തൈക്കണ്ടിയിൽ നിന്നാണ് അവരുടെ ഔദ്യോഗികമായിട്ടുള്ള പേരെങ്കിലും. അപ്പോൾ അവരുടെ മൗനവും ഇന്ന് വളരെ വിസിബിളായിട്ട് വളരെ മുഴക്കത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പക്ഷേ അവരാദ്യമായിട്ടല്ല, ഇന്നും മിണ്ടാതിരിക്കുന്നതല്ല. ഇങ്ങനൊരു സംഭവം 3.25 കോടി ജനതയുള്ള ഈ കേരളത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ ആകെ സ്വാധീനിക്കും വിധം ഇത്രക്ക് വലുതായിട്ട് വന്നിട്ടും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദുവായിട്ടുള്ള വീണ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ മകൾ, അവരുടെ കമ്പനി, ആ ഭാഗത്ത് നിന്ന് ഒരു 2 വരി പോലും പ്രസ്താവനയായിട്ടോ വർത്തമാനമായിട്ടോ ഈ കേരള സമൂഹത്തിന് മുന്നിൽ ഇല്ല എന്ന മൗനം VD സതീശൻ്റെ മൗനത്തെക്കാൾ ഉയരത്തിൽ മുഴങ്ങി നിൽക്കുന്നു എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. VD സതീശൻ്റെ കാര്യത്തിലേക്ക് ഞാൻ വരാം. ഇതിനകത്ത് അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവർ നേരത്തെ തന്നെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. ഈ കേസ് ഇങ്ങനെ വലുതായിട്ട് വരുമ്പോൾ ആ കാലത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരാളിൻ്റെ മകൾക്ക് നേരെയാണ് ആക്ഷേപങ്ങൾ വരുന്നത്. അവരല്ലെങ്കിൽ അവരുടെ കമ്പനിയുടെ പേരിൽ, അവർക്ക് സംസാരിക്കാൻ വയ്യില്ലെങ്കിൽ അവരുടെ കമ്പനിയുടെ പേരിൽ, കമ്പനിക്കും പറ്റില്ലെങ്കിൽ അവരുടെ അഭിഭാഷകൻ്റെ പേരിൽ ഒരു 2 വരി പത്രക്കുറിപ്പെങ്കിലും പുറത്തേക്ക് വരേണ്ടതായിരുന്നു. അത് അങ്ങനെ ഒരു സംഗതിയെ അന്തരീക്ഷത്തിലില്ല. ഇതെന്താണ് നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കാൻ ഇവർ വലിയ മഹാകവിയൊന്നുമല്ലോ അവരോടൊരു വരിയെടുത്തിട്ട് വ്യാഖ്യാനിക്കാൻ. നമ്മൾ വ്യാഖ്യാനിച്ചോളൂ. മാധ്യമപ്രവർത്തകർ, രാഷ്ട്രീയ നിരീക്ഷകർ, പിന്നെ പാർട്ടിക്കാർ, പ്രതിപക്ഷക്കാർ, ഭരണപക്ഷക്കാർ എല്ലാവരും വ്യാഖ്യാനിക്കുക എന്നതല്ലാതെ എന്താണ് വീണയ്ക്ക് ഇതിനകത്ത് പറയാനുള്ളതെന്ന് നാട്ടുകാരറിയയില്ല. അത് ഒരു ഉത്തരവാദിത്തമായിട്ട് അവർ മനസ്സിലാക്കുന്നില്ല. പിന്നെ നേരത്തെ ശ്യാമിൽ പറഞ്ഞ പോലെ ഇവരുണ്ടാക്കിയ കരാറിനകത്ത് നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അത് പറയാമല്ലോ, കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഞാനിത് മുമ്പൊരിക്കൽ ചർച്ച ചെയ്തപ്പോൾ ഹർഷനോട് വന്നപ്പോഴും ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ലോകത്തിലെ വമ്പൻ കമ്പനികൾ, വലിയ മഹാ കമ്പനികൾ, അവർ എന്തെങ്കിലും ഒരു ആക്ഷേപം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പിറ്റേന്നൊരു പത്രക്കുറിപ്പ് കൊടുക്കും. പത്രത്തിൻ്റെ ഫ്രണ്ട് പേരുണ്ടാവും. അത് ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ എന്തോ ഒരു മാലിന്യ പ്രശ്നമോ മറ്റോ വന്ന് പെപ്സിയോ അല്ലെങ്കിൽ കൊക്കക്കോളയോ അവരുടെ ഫുൾ പേജ് പരസ്യം എല്ലാ പത്രത്തിൻ്റെയും ഫ്രണ്ട് പേജിൽ വന്നിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് നിങ്ങളൊരു അധികാര പദവിയിലിരിക്കുന്ന ഒരു നേതാവിൻ്റെ മകളാണ് എന്ന ഒരു സംഗതി ഉണ്ടായിരിക്കെ നിങ്ങൾക്കൊരു അധിക ബാധ്യതയുണ്ട്. അതൊരു ബുദ്ധിമുട്ടാണ്. എന്ത് ചെയ്യാനാണ്? ഇപ്പോൾ നമുക്ക് അത് പേഴ്സണലി ഞാൻ കുറേ ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്, എനിക്കങ്ങനെ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളത് ചെയ്തേ പറ്റൂ. കാരണം നിങ്ങളൊരു സ്ഥാപനം ഈ രാജ്യത്തെ നിയമങ്ങൾക്കനുസരിച്ച് നടപ്പാക്കിയ ആളാണ്. അപ്പോൾ ആ ഒരു മൗനം, അതിന് മറുപടി, അത് ആ വരി അന്തരീക്ഷത്തിലേക്ക് വരുന്നത് വരെ ആ ചോദ്യം ഉയർന്നുകൊണ്ടേയിരിക്കും. അത് ഈ പറയുന്ന മറ്റെല്ലാത്തരം മൗനങ്ങൾക്ക് മുകളിലും നിൽക്കും. കാരണം എന്താണ്, ഇപ്പോൾ CPMൻ്റെ കാര്യത്തെക്കുറിച്ച് നമുക്ക് സംശയമൊന്നും വേണ്ട. കാരണം CPMകാരെ സത്യത്തിൽ ഈ കേസ് ഇപ്പോൾ BJP കേന്ദ്ര നേതൃത്വം EDയിലൂടെ, ഇതിപ്പോൾ രാഷ്ട്രീയമായിട്ടാണല്ലോ ഈ കാര്യങ്ങൾ നീങ്ങുന്നത്, അതുകൊണ്ടാണ് പറയുന്നത്, ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവർ ED ഇങ്ങനെ ഒരു നിലപാടെടുത്തത് കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് തങ്ങൾക്ക് അനുകൂലമായിട്ടായിരിക്കും അവർ ആഹ്ലാദിക്കുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞു. അതിനകത്ത് എന്താണ്, അവർ ഒരു അമ്പ് കൊണ്ട് 2 പേരെ ചെയ്യാമെന്ന് അവർ വിചാരിക്കുന്നത്. ശ്യാമിൽ പറഞ്ഞതുണ്ടല്ലോ, അതായത് ഒന്ന് CPMനെതിരെ, ഒന്ന് കോൺഗ്രസിനെതിരെ, UDFനെതിരെ, LDFനെതിരെ, 2 പേർക്കെതിരെയും പ്രയോഗിക്കാവുന്ന ഒരു ആയുധമായിട്ടാണ് ഇവർ എക്സാലോജിക്ക് അല്ലെങ്കിൽ CMRLൻ്റെ ഈ സംഗതികളെയൊക്കെ കാണുന്നത് എങ്കിൽ അവർക്ക് തെറ്റി എന്ന് പറയാൻ എനിക്ക് ഈ കാലം വരെയുള്ള രാഷ്ട്രീയ ധാരണയും കേരളത്തെക്കുറിച്ചുള്ള പരിചയവും മതി.
തോറ്റ പാർട്ടിയാണ്, തോറ്റ CPM ആണ് കൂടുതൽ ശക്തിയുള്ള CPM. അത് കേരളത്തിൽ ഈ 10 കൊല്ലം അവർ തോറ്റിട്ടില്ലാത്തതുകൊണ്ട് ആളുകൾക്ക് അങ്ങനെ പരിചയം ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, മറ്റേ അയ്യപ്പനും കോശിയിലും ഉള്ള എന്താണ്, നീ ഇത്രയും നേരം യൂണിഫോം ഉണ്ടായിരുന്നു അയ്യപ്പന്, യൂണിഫോം ഇല്ലാത്ത അയ്യപ്പൻ ബുദ്ധിമുട്ടാണ് കേട്ടോ എന്ന് പറഞ്ഞതുപോലെ തോറ്റ പാർട്ടി CPM ആണ് കുറെ കൂടെ ശക്തിയുള്ള CPM. അവരുടെ ഇഴയെടുപ്പം കൂടും. ഞാൻ പറയുന്നത് അവർക്ക് ആളുകൾക്ക് ഒരുപക്ഷെ അവർ വലിയ സമരം നടത്തുകയും വണ്ടിക്കല്ലറിയൊക്കെ ചെയ്താൽ അവരോട് ബഹുജന സമൂഹത്തിനൊരു അവമതിപ്പുണ്ടായേക്കാം. പക്ഷേ അവരുടെ ഇഴയെടുപ്പം കൂടും. നമ്മൾ കണ്ടിട്ടുള്ളത്, കേരളം കണ്ടിട്ടുള്ളത് CPIM എന്ന രാഷ്ട്രീയ പാർട്ടി അവർക്ക് നേരെ പ്രശ്നം വരുമ്പോൾ അവർ ഒന്നായിട്ടങ്ങ് ശക്തിയോടെ നിൽക്കും. അത് എൻ്റെ ഈ പറയുന്ന നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടിയെ കാണുന്ന മാധ്യമപ്രവർത്തകനായിട്ടും സാമൂഹ ജീവിയായിട്ടൊക്കെ കാണുന്ന കാലം തൊട്ട് തന്നെ അതങ്ങനെയാണ്. ഉദാഹരണത്തിന് TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം അതും അങ്ങേയറ്റം നിന്ദ്യമായ കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിശക്തമായ തോതിൽ CPM-നെതിരെ വലിയ ആക്ഷേപമുണ്ടായി. മാധ്യമപ്രവർത്തകർ ഞങ്ങളൊക്കെ ചർച്ച ചെയ്ത് CPM-കാരെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷവും അവർ തകർന്നു പോകുന്ന കരുതിയ, പക്ഷേ അവർ കയറി വന്നു. ഈ പിണറായി വിജയൻ SNC ലാവ്ലിൻ കേസ് എന്ന് പറയുന്നത് അത്രമേൽ ശക്തമായിട്ട് അത്ര കാലം നിന്നാണ്. പക്ഷേ അപ്പോഴും അതിനെയും CPIM അതിജീവിച്ചു. ഇപ്പോൾ അവർക്ക് ക്ഷീണകാലമാണ്, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ ഇത്തരം ക്രൈസിസ് ഘട്ടങ്ങൾ അവരെ ചേർത്ത് നിൽക്കുക ചെയ്യുക. അതുകൊണ്ട് CPIM-ന് എന്ത് സംഭവിച്ചു പോകും എന്ന് ആണ് BJP വിചാരിക്കുന്നത്. നിങ്ങൾ തെറ്റായിരിക്കും എന്ന് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഈ അവസ്ഥത്തെ ഉപയോഗിക്കുകയാണ്. കോൺഗ്രസ് ഇന്നലെ പിണറായി വിജയൻ വന്ന് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചതിലൂടെ തന്നെ കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള പ്രശ്നമാണിത് എന്ന രാഷ്ട്രീയ ധാരണ ഉണ്ടാക്കുകയാണ് ചെയ്യുക. സ്വാഭാവികമായിട്ട് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കേണ്ടി വരും. അവർ രണ്ടുപേരും പരസ്പരം നിന്ന് ശക്തിപ്പെടുകയാണ് സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ചുണ്ടാവുക. മറ്റൊരു കാര്യം, പിണറായി വിജയൻ എങ്ങനെ ബാധിക്കുന്നു? പിണറായി വിജയൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞങ്ങളൊക്കെ രാഷ്ട്രീയം കാണുന്ന കാലം തൊട്ട് ഈ മനുഷ്യനാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അത് അദ്ദേഹത്തിന് സ്തുതികൾ കൊണ്ടല്ല, അദ്ദേഹത്തിന് എതിർപ്പുകൾ കൊണ്ടാണ് അദ്ദേഹം എല്ലാ കാലവും കേന്ദ്രബിന്ദുവായി നിന്നിരുന്നത്. അത് ഈ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന മുഴുവൻ ആൾക്കറിയാം. ഈ തവണ അതിദയനീയമെന്ന് വിചാരിക്കാവുന്ന ഒരു പരാജയം അദ്ദേഹത്തിൻ്റെ പക്ഷത്തുണ്ടായപ്പോൾ ഇനി അങ്ങോട്ട് പിണറായി വിജയൻ ഒരു സൈഡിൽ നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയമായിരിക്കും കേരളത്തിൽ എന്ന് ആശ്വസിച്ച ആളുകൾക്ക് പോലും, പക്ഷേ എന്ന് വെച്ചാൽ ഒരു പുതിയ ഫ്രഷ് മുഖം കാണാൻ ആർക്കാ താല്പര്യമില്ലാത്തത്? അങ്ങനെ വിചാരിച്ച ആളുകൾക്ക് പോലും പക്ഷേ സംഗതി വീണ്ടും അദ്ദേഹത്തിലേക്ക് തന്നെ കാര്യങ്ങളെ ഈ ED-യും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. അതാ ഇപ്പോഴും വീണ്ടും പിണറായി വിജയൻ വന്നിട്ട് ഈ പിണറായി വിജയനിൽ കേന്ദ്രീകൃതമായിട്ടാണ് ഇപ്പോൾ വീണ്ടും കേരള രാഷ്ട്രീയം കറങ്ങുന്നത്. നോക്കൂ, നമ്മളിപ്പം പൂക്കി എന്നും പിന്നെ വളരെ സ്നേഹസമ്പന്നനായിട്ടുള്ള ചെറുപ്പക്കാരുടെ ഈ മോട്ടോർ വാഹന സംഗതികളൊക്കെ പറയുന്ന ഒരു പുതിയ ഒരാൾ മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ട് അദ്ദേഹത്തിൽ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും ഇനി അങ്ങോട്ട് രാഷ്ട്രീയം നീങ്ങുക എന്നാണ് വ്യക്തിപരമായിട്ട് സീരിയസ് ആയിട്ട് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ നോക്കൂ, 2 ആഴ്ച കൊണ്ട് സംഗതി മാറി. സംഗതി വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇനിയിപ്പോൾ ഈ കേസ് നിരന്തരമായിട്ട് ഇങ്ങനെ തന്നെ പോകും. ഇനിയിപ്പോൾ സംഭവിക്കാനുള്ള എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ED-യുടെ ഭാഗത്ത് നിന്ന് ചറപറ വാർത്തകൾ വരും. ED വാർത്തകൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കിട്ടുകൊണ്ടേയിരിക്കും. ഇത് ഞാൻ പറയുന്നത് നമ്മൾക്ക് എക്സ്പീരിയൻസ് കൊണ്ടാണ്. ഒരുപാട് കേസുകൾ ഇങ്ങനെ വന്നതുകൊണ്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ്. ഇപ്പോൾ ഇവർ ED-യുടെ ഭാഗത്ത് നിന്ന് ED അങ്ങനെ ചെയ്തു, ED ഇങ്ങനെ ചെയ്തു, മറ്റേത് പിടിച്ചെടുത്തു, മറിച്ചത് പിടിച്ചെടുത്തു, ഒരുപാട് വാർത്ത വരും. ഈ വാർത്തയെല്ലാം കൊടുക്കാനുള്ള വാർത്തകളാണ്. കാരണം ED-യുടെ ഔദ്യോഗികമായുള്ള സംവിധാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ തന്നെയും വരുന്ന വാർത്തകളാണ്. കൊടുക്കേണ്ടതാണ്, കൊടുക്കുക തന്നെ ചെയ്യും. വാർത്ത അന്തരീക്ഷത്തിലേക്ക് വരും. പക്ഷേ ഈ വാർത്തയൊക്കെ കഴിഞ്ഞ അവസാനം അവരവരുടെ വീട്ടിൽ പോകും, കേസൊന്നും നടക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞത് ഈ വാർത്തകൾ ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് വരുന്നതുകൊണ്ടും രാഷ്ട്രീയമായിട്ടുള്ള പ്രസ്താവനകൾ കൊണ്ടും ഇനി കേന്ദ്രത്തിൻ്റെ അന്വേഷണ ഏജൻസികൾക്ക് എന്തുകൊണ്ട് ഞങ്ങളുടെ ആളുകളെ തല്ലി എന്ന ചോദ്യവുമായിട്ട് അവരുടെ അന്വേഷണ ഏജൻസികൾ വരികയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഈ കേസ് രാഷ്ട്രീയ കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തീമായിട്ട് തുടരുകയും അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള സെൻട്രൽ പോയിൻ്റായിട്ട് പിണറായി വിജയൻ എന്ന നേതാവ് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. പിണറായി വിജയൻ എന്ന നേതാവ് അവിടെ ഉണ്ടായിടത്തോളം കാലം CPM-മാർ വന്ന് കൂടും. അവരിൽ ആളുകൾക്ക് എന്തുകൊണ്ട് ഈ പ്രധാനപ്പെട്ട ആൾ വീണ തൈക്കണ്ടിയിൽ ഒരു മറുപടി പോലും പറയുന്നില്ല എന്ന ചോദ്യം ഉള്ളപ്പോഴും പക്ഷേ അവർ CPIM ഈ അദ്ദേഹത്തിനോടൊപ്പം ഉറച്ചു നിൽക്കും. നമ്മൾ വീണ തൈക്കണ്ടിയിൽ എന്തുകൊണ്ട് മിണ്ടണമെന്ന് പറയുന്നതിന് ഒരു കാരണം കൂടിയുണ്ട് ശ്യാമിലി. അതായത് ഈ നേതാക്കളെയൊക്കെ ഒരു രാഷ്ട്രീയം, നമ്മളിപ്പോൾ CPM-ൻ്റെ ഒരു ബിംബമായിട്ട് പിണറായി വിജയനെ കാണുന്നു. ശരി, അങ്ങനെ തന്നെ കാണണം. പക്ഷേ ഇപ്പോൾ ഈ രാജ്യത്തെ തന്നെയും കേരളത്തിലെ ഏറ്റവും മഹാനും വലുതുമായിട്ടുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു, കോൺഗ്രസ് നേതാവായിരുന്നു K. കരുണാകരൻ. അദ്ദേഹത്തിൻ്റെ മകള് BJP-യിലാണ്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവാണ് AK ആന്റണി. അദ്ദേഹത്തിൻ്റെ മകൻ BJP-യിലാണ്. എന്ന് വെച്ചാൽ ഒരു നേതാവിനോടുള്ള സ്നേഹം കൊണ്ട് ആ നേതാവിൻ്റെ മകളോ മകനോ അതേ പാർട്ടിയുടെ ആളായിരിക്കണമെന്നില്ല, അതേ ആദരവ് നൽകണമെന്നില്ല. അതൊരു സ്വതന്ത്രമായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തി അവരുടെ കാര്യം വന്ന് വ്യക്തമാക്കുക എന്ന കാര്യം ചെയ്യും വരെ ഈ ചോദ്യങ്ങളിങ്ങനെ മുഴച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ബാക്കി വെച്ചൊരു കാര്യം VD സതീശൻ്റെ മൗനമാണ്. VD സതീശൻ്റെ മൗനത്തിൽ നിൽക്കാൻ അവകാശമുണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ ഇപ്പോഴും. കാരണം K. കരുണാകരൻ, ഞാൻ പറഞ്ഞ കരുണാകരനെ ഞങ്ങളൊക്കെ ചെറുതായിരിക്കുമ്പോഴൊക്കെ ആദ്യം കാണുന്ന നേതാക്കളുള്ള ഒരാൾ മുഖ്യമന്ത്രിയൊക്കെ K. കരുണാകരനാണ്. K. കരുണാകരൻ നോ കമൻസ് എന്ന് പറഞ്ഞാൽ കണ്ണിറുക്കി അങ്ങ് പോകുമായിരുന്നു. അത് പറയാനില്ലാത്ത ഞാൻ പറയില്ല എന്ന് പറഞ്ഞങ്ങ് പോകുക, ചിരിച്ചുകൊണ്ടാണ് പോവുക. പിന്നെ പിണറായി വിജയൻ, ഇപ്പോൾ 10 കൊല്ലം ഭരിച്ച പിണറായി വിജയൻ, മാധ്യമങ്ങൾ ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പാട്ടിനങ്ങ് പോകും, മിണ്ടില്ല. മിണ്ടാതിരിക്കാൻ അവകാശം രാഷ്ട്രീയ നേതാക്കൾക്കുണ്ട്, VD സതീശനുണ്ട്. എന്തിനു പറയണം? നമുക്ക് 11, 12, 13 തവണ ചോദിക്കാം.
13 തവണ ചോദിച്ചിട്ടും വി ഡി സതീശൻ മിണ്ടിയില്ല, വി ഡി സതീശൻ മൗനത്തിലാണ് എന്ന് നമുക്ക് ഹെഡ്ലൈൻ കൊടുക്കാം. വി ഡി സതീശൻ മൗനത്തിലാകുന്നത് ശരിയോ എന്ന് നമുക്കിവിടെ ചർച്ച ചെയ്യാം. പക്ഷേ അപ്പോഴെല്ലാം വി ഡി സതീശന് മൗനത്തിലിരിക്കാൻ അവകാശമുണ്ട് എന്ന് നമ്മൾ കാണണം. പക്ഷേ അവകാശമുണ്ട് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ മേലുള്ള സമ്മർദ്ദം ഏറുക മാത്രമേ ഉള്ളൂ. നമുക്കാർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ മേലൊരു സമ്മർദ്ദമുണ്ട്. എന്താണ്? അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുകയാണ്. മുഖ്യമന്ത്രി ആകുന്നതിന് തൊട്ട് മുമ്പ് 10 വർഷം കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനൊരു റെയ്ഡ് നടക്കുന്നു. ഇ ഡിയാണ് വന്നിരിക്കുന്നത്. ഇ ഡി ഈ പറയുന്ന വി ഡി സതീശൻ്റെ പാർട്ടിക്കാരെയും റെയ്ഡ് നടത്തിയിട്ടുള്ളതാണ്. അവരോട് രാഷ്ട്രീയമായിട്ട് എതിർപ്പുള്ളതാണ്. അപ്പോൾ ആ റെയ്ഡ് ഇവിടെ നടത്തിയിട്ട് സ്വന്തം ഓഫീസിലിരിക്കുന്ന, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്തെ അദ്ദേഹത്തിൻ്റെ ഓഫീസിരിക്കുന്നതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഈ പിണറായി വിജയൻ്റെ വീട്ടിലിങ്ങനെ റെയ്ഡ് നടന്ന് ബഹളമുണ്ടായി, വണ്ടി അടിച്ച് പൊളിച്ചിട്ട് ഞാൻ മിണ്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സമ്പൂർണ്ണമായ അവകാശം ആ മിണ്ടാതിരിക്കാനുണ്ട്. പക്ഷേ അദ്ദേഹം ഈ ചെയ്യുന്നത് മോശമാണ് കേട്ടോ എന്ന് നാട്ടുകാർ അദ്ദേഹത്തോട് പറയും. നിങ്ങളൊരു വർത്തമാനം പറ എന്ന് നാട്ടുകാർ അദ്ദേഹത്തോട് പറയും. നിങ്ങളൊരു അക്ഷരം പറ. ഒന്നുകിൽ അദ്ദേഹത്തെ പിണറായി വിജയൻ തള്ള്, അല്ലെങ്കിൽ ഇ ഡിക്കെതിരെ രണ്ട് വർത്തമാനം പറ, അല്ലെങ്കിൽ ഇന്നലെ അക്രമം നടന്ന സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും പറ എന്നത്തെ. അദ്ദേഹത്തിന് എത്ര കാലമാണ് ചിരിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. അത് അദ്ദേഹത്തിൻ്റെ അധികാര പദവി നൽകുന്ന, ഇപ്പം വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര വ്യക്തിക്ക് മിണ്ടാതിരിക്കാൻ അവകാശമില്ല എന്ന് നമ്മൾ പറയുന്നു. അവർ വർത്തമാനം പറയണമെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രിക്ക്, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് മിണ്ടാതിരിക്കാൻ എന്താ അവകാശമുള്ളത്? എന്താ വെച്ചാൽ അവകാശമുണ്ട്, പക്ഷേ മിണ്ടാതിരിക്കാൻ എങ്ങനെ പറ്റും എന്ന് അദ്ദേഹം ആലോചിക്കട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിത് അവസാനിപ്പിക്കാം അല്ലേ? ഇന്നലെ ഉണ്ടായ റെയ്ഡിനും തുടർന്നുണ്ടായ സംഭവങ്ങൾക്കും ശേഷം CMRL എക്സാലോജിക് കേസിൽ പിടിമുറുക്കാനുള്ള തീരുമാനത്തിലാണ് ഇ ഡി. 12 ഇടങ്ങളിലായി നടത്തിയ റെയ്ഡിൽ ശേഖരിച്ച ഡിജിറ്റൽ രേഖകളടക്കം വെച്ച് ഇനി വീണ്ടും പ്രതികൾക്ക് നോട്ടീസ് അയക്കാനാണ് ഇ ഡിയുടെ തീരുമാനം. എന്നാൽ പ്രാരംഭഘട്ട പരിശോധനകൾ മാത്രമാണ് എന്ന് പറയുന്ന ഇ ഡി ഇന്നലെ ഇത്തരത്തിലൊരു റെയ്ഡിന് മുതിരേണ്ടതുണ്ടായിരുന്നോ എന്നാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്ന ചോദ്യം. നിലവിൽ ലഭിച്ച രേഖകൾ റെയ്ഡിലൂടെ അല്ലാതെയും ലഭിക്കുമായിരുന്നല്ലോ എന്നാണ് CPIM നേതാക്കളടക്കം ചോദിക്കുന്നത്. മാത്രമല്ല ഇന്നലെ കെ മുരളീധരൻ പങ്കുവച്ച ആശങ്ക പോലെ കേസ് ഇനി UDF നേതാക്കളിലേക്കും കടക്കുമോ എന്ന ആശങ്കയും ചില ഭാഗത്തുണ്ട്. അതുകൊണ്ടായിരിക്കണം മറ്റേത് വിഷയത്തിലും അതിവേഗം പ്രതികരിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ വിഷയത്തിൽ മാത്രം മൗനം പാലിക്കുന്നത് എന്ന് ചിലരൊക്കെ ആരോപണം ഉന്നയിക്കുന്നു. ഇതിനോടൊപ്പം കന്റോൺമെന്റ് ഒഴിഞ്ഞു കൊടുക്കാത്തത് ഇ ഡിക്ക് സൗകര്യമൊരുക്കി കൊടുക്കാനെന്ന CPIM ആരോപണത്തിൻ്റെ ഒരു പോയിന്റ് കൂടി വരുന്നതോടെ ഇനി അധികം നാൾ മുഖ്യമന്ത്രിക്ക് മറുപടി നൽകാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുറപ്പാണ്.